ഉപ്പളയിൽ കഴിഞ്ഞ ദിവസം നടന്ന ആവള കുടുംബസംഗമം 8 തലമുറയിൽപ്പെട്ട അംഗങ്ങളുടെ സംഗമവേദിയായി മാറി. 180 വർഷത്തെ പാരമ്പര്യ പെരുമയുമായാണ് ആവള അബ്ദുൽ ഖാദർ ഉപ്പാപ്പയുടെ പിന്മുറക്കാർ ഒത്തുകൂടിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽബയൽ, മംഗളൂർ. പണ്ടുകാലങ്ങളിലെ പോലെയല്ല ഇന്നിപ്പോൾ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനും നിലനിർത്താനും കുടുംബയോഗങ്ങളും സ്നേഹസംഗമങ്ങളും അനിവാര്യമായി മാറിയിരിക്കുകയാണ്. തിരക്ക് പിടിച്ച പുതിയ കാലത്തും ബന്ധങ്ങളും സൗഹൃദങ്ങളും തന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് വിളിച്ചു പറയുകയാണ് കഴിഞ്ഞ ദിവസം ഉപ്പളയിൽ നടന്ന ആവള കുടുംബയോഗം. രക്തബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും വാടാതെയും വേരറ്റു പോകാതെയും കാത്തു നിർത്തണമെങ്കിൽ ഓർമ്മകളും വിശേഷങ്ങളുമായുള്ള ഇടവേളകളിലെ ഒത്തുകൂടൽ അത്യന്താപേക്ഷിതമാണെന്ന് 8 തലമുറകളുടെ സംഗമത്തിന് വേദിയൊരുക്കിയ ഈ കുടുംബയോഗം അഭിപ്രായപ്പെട്ടു. ഏകദേശം 180 വർഷത്തെ പാരമ്പര്യവും പെരുമയുമായാണ് ആവള അബ്ദുൽ ഖാദർ ഉപ്പാപ്പയുടെ പിന്മുറക്കാർ ഉപ്പള ദയാബസാറിലെ ഫെരാരോ ഓഡിറ്റോറിയത്തിൽ ഒത്തുകൂടിയത്. ദുആ, ഖിറാത്ത് എന്നിവയോടെയായിരുന്നു സംഗമത്തിന്റെ സമാരംഭം. തുടർന്ന് മുതിർന്ന അംഗം അബ്ദുൽ ഖാദർ ഹാജി പഞ്ചാറിന്റെ അധ്യക്ഷതയിൽ മുനീർ ബായാർ കുടുംബയോഗം ഉദ്ഘാടനം ചെയ്തു. ആ പള്ളി ഏകദേശം 35 വർഷത്തോളം 2 തടിന്റെ സാധാരണ മാലിക്കുദ്ദീനാറിനൊക്കെ കാണുന്ന പള്ളിയില്ല, ആ ടൈപ്പ് പള്ളിയായിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങൾക്കറിയാം, ഉപ്പള ബായാർ റോഡ് പോകുമ്പോൾ അന്നത്തെ കാലത്ത് ആകെ ഉണ്ടായിരുന്ന പള്ളി 3-4 പള്ളിയാണ്. അതിലൊരു പള്ളി ആവളത്തെ പള്ളി. പക്ഷെ നമുക്ക് ഇന്ന് ആനന്റെ വലിപ്പം ആനക്കറിയില്ല, അതുപോലെയാണ് നമ്മളെ കഥ. പക്ഷെ നമ്മളെ വലിപ്പം അറിയണമെങ്കിൽ എന്താണ്, കുടുംബമില്ലാത്ത ആളെ തിരിഞ്ഞു നോക്കണം. പ്രഭാഷകൻ ഖലീൽ ഹുദവി കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. ആവള അബ്ദുൽ ഖാദർ ഉപ്പാപ്പയുടെ കുടുംബ പാരമ്പര്യത്തിലെ 3ാം തലമുറയിലെ എല്ലാ അംഗങ്ങളെയും പരിപാടിയിൽ ആദരിച്ചു. കുടുംബത്തിലെ ഇളമുറക്കാർ ഖുർആൻ പാരായണവും വിവിധ സാംസ്കാരിക പരിപാടികളും അവതരിപ്പിച്ചു. കുടുംബ പൈതൃകത്തിന്റെ നാൾവഴികളിലേക്ക് വെളിച്ചം വീശുന്ന ലഘുവിവരണത്തോടൊപ്പം 8 തലമുറകളിലായി പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന കുടുംബവൃക്ഷത്തെക്കുറിച്ച് തയ്യാറാക്കിയ പ്രത്യേക വീഡിയോ പ്രദർശനവും ഉണ്ടായിരുന്നു. സംഗമത്തിൽ മുസ്തഫ സാദി കോർഡിനേറ്ററായി. ഇബ്രാഹിം ഖലീലുപ്പാപ്പയും സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. യോഗത്തിൽ ഷക്കീൽ മംഗളൂരു സ്വാഗതം പറഞ്ഞു. രാവിലെ പ്രാതലോടെ ആരംഭിച്ച സ്നേഹസംഗമത്തിന്റെ ഭാഗമായി ഉച്ചഭക്ഷണവും ലഘുഭക്ഷണവും ചായ സൽക്കാരവുമെല്ലാം ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.